നമസ്കാരം. പ്രാണസഖി എന്നുള്ള മനോഹരമായ ഗാനമാണ് നമ്മളിന്ന് പാടാൻ പോകുന്നത്. ബാബുരാജ് മാസ്റ്റർ, പി ഭാസ്കരൻ ആൻഡ് യേശുദാസ് ഇവർ ചേർന്ന് നമുക്കായി നൽകിയ വളരെ മനോഹരമായൊരു ഗാനം. ഇത് നമ്മളിന്ന് പാടുമ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന നോട്ട്സ് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. അതനുസരിച്ച് നമുക്ക് കുറച്ചൊരു ഐഡിയ വെച്ച് പാടുമ്പോൾ നമുക്കതിൽ എങ്ങനെയൊക്കെ ഇമ്പ്രവൈസ് ചെയ്യാൻ പറ്റുമെന്നും പഠിക്കാം. പിന്നെ പാട്ടിലുടനീളം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കിട്ടിയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് അവിടെ ഇവിടെയും നമ്മൾ പറയും. ഇത് എഡിറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ അല്ല, ജസ്റ്റ് ഒരു കണ്ടിന്യൂസ് വീഡിയോ ആണ്. ഇപ്പോൾ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമുക്ക് പാട്ടിലോട്ട് പോകാം. നമ്മൾ ഏതൊരു പാട്ടെടുത്താലും നമ്മൾ ആദ്യമേ അതിൻ്റെ ശ്രുതി ഏതാണെന്ന് ചിട്ടപ്പെടുത്തണം, കണ്ടുപിടിക്കണം. ഈ പാട്ട് ഒറിജിനലായിട്ട് നമ്മൾ ഒറിജിനൽ ദാസേട്ടൻ പാടിയ പാട്ടെടുത്ത് കേൾക്കുവാണെങ്കിൽ ഇത് ഡി ഷാർപ്പ് ശ്രുതിയിലാണ്. അപ്പം ഇതാണ് ഡി ഷാർപ്പ് ശ്രുതിയിലെ സ. അപ്പം നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന നോട്ട്സ് എല്ലാം ചെറിയ നോട്ട്സാണ് മെയിൻലി. അപ്പോൾ ഷഡ്ജം, ചെറിയ രി, ചെറിയ ഗ, ചെറിയ മ, പഞ്ചമം, ചെറിയ ധ, ചെറിയ നി, ഷഡ്ജം. കൂടാതെ 1-2 എക്സ്ട്രാ നോട്ട്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് നമ്മുടെ സിന്ധു ഭൈരവി എന്നുള്ള രാഗത്തോട് ചേർന്നാണ്. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ഭൈരവി ഘാട്ടിലാണ് ഇത് വരുന്നത്. അപ്പോൾ മെയിനായിട്ടുള്ള നോട്ട്സും അതിൻ്റെ കൂടെ ഇടയ്ക്കൊക്കെ വലിയ ഋഷഭം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വേറെ നോട്ട്സ് ഉപയോഗിക്കാം. സിന്ധു ഭൈരവിയിൽ ഏത് നോട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ ഇതാണ് സ. അപ്പം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന നോട്ട്സ് വെച്ച് നമ്മൾ ഏതൊരു പാട്ട് പാടുമ്പോഴും ആദ്യം നമ്മൾ അതിൻ്റെ സ്കെയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പം സരി ഗമ ഗമ പ പ ധ നി സ സ നി ധ പ മ മ ഗ രി സ. ഇതാണ് നമ്മുടെ മിഡിൽ ഒക്ടേവ്. മിഡിൽ ഒക്ടേവിലെ ഈ നോട്ട്സ് സരി ഗമ പ ധ നി സ സ നി ധ പ മ ഗ രി സ എല്ലാം ചെറിയ നോട്ട്സ് വെച്ച് നമ്മൾ ഒരു പാട്ട് നമ്മൾ പാടാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ത്രോട്ടും ഒന്നും വാംഡപ്പ് ആയിരിക്കത്തില്ല. അപ്പോൾ ആദ്യമേ കുറച്ച് നോട്ട്സ് ഇങ്ങനെ നമ്മൾ പാടുമ്പോഴാണ് നമ്മുടെ നോട്ട്സ് ത്രോട്ടൊക്കെ ഓപ്പൺ ആയിട്ട് വരുന്നത്. സ സരി ഗമ പ പ ധ നി സ സ നി ധ പ മ മ ഗ രി സ സ നി ധ. താഴത്തെ ലോവർ ഒക്ടേവിലോട്ട് പോയി നമ്മുടെ വോക്കൽ റേഞ്ച് കൂട്ടാൻ നോക്കുകയാണ്. സ നി ധ പ മ ഗ രി സ സ നി. അപ്പം ഒരു ഒക്ടേവ് അതിൻ്റെ താഴത്തെ നീയിലാണ് ഇപ്പം പാടിയത്. ഹയർ ഒക്ടേവിൽ നമ്മൾ വോം ചെയ്യുവാണ്. ഷഡ്ജത്തിലോട്ട് വന്നു. അപ്പം ഗ മ ഗ രി സ
ഈ ഗ മ ഗ ഈ നമ്മുടെ ചതുശ്രുതി ഋഷവും ഇടയ്ക്കൊക്കെ ഉപയോഗിക്കുന്നു. അപ്പം ഗ രേ സ ഗ രേ സ ഗ രേ സ ഗ രേ സ ഗ ചതുശ്രുതി ഋഷവം അല്ലെങ്കിൽ വലിയ രീ ഗ, അതുപോലെ ചെറിയ ഋഷവം അല്ലെങ്കിൽ ശുദ്ധ ഋഷവം ഗ രേ സ ശുദ്ധ ഋഷവം. ഇതാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. വലിയ ഋഷവം ചതുശ്രുതി ഋഷവം ഇടയ്ക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രാണസഖീ So ധനി ധ ലോവർ ഒക്ടേവിലെ ധ, ലോവർ ഒക്ടേവിലെ നീ, ഷഡ്ജം ഗ, സാധാരണ ഗാന്ധാരം അല്ലെങ്കിൽ ചെറിയ ഗ. ധനി സ ഗ പ്രാണസഖീ പ്രാണസഖീ. നമ്മൾ നോട്ട്സ് വെച്ച് പഠിക്കുമ്പോൾ ഇത് കൃത്യം അതേപോലെ നോട്ട്സ് വെച്ച് പാടാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. ഈ ഏതൊക്കെ നോട്ട്സാണ് ഉപയോഗിച്ചിരിക്കുന്നത് അറിയാമെങ്കിൽ നമുക്ക് അതിൻ്റെ ചുറ്റുവട്ടമുള്ള നോട്ട്സ് ഉപയോഗിച്ച് നമുക്ക് തന്നെ നമ്മളുടെ രീതിയിൽ കുറച്ചൊക്കെ പാടാനും പറ്റും. ഇതിനാണ് ഇംപ്രൊവൈസേഷൻ എന്ന് നമ്മൾ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇംപ്രൊവൈസേഷൻ എന്ന് പറയുമ്പോൾ അത് വളരെ കെയർഫുള്ളായിട്ട് ഡീൽ ചെയ്യേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ പാട്ടുകളൊക്കെ വളരെ എല്ലാവർക്കും വളരെ ഹൃദയത്തിൽ തട്ടി നിൽക്കുന്ന പാട്ടായതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മൾ മാറ്റി പാടുവാണെങ്കിൽ. അപ്പോൾ എന്തെങ്കിലും മാറ്റി പാടുവാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കി നോട്ട് ഏതാണെന്ന്, അപ്പം ഏത് നോട്ട്സ് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മളുടെ ഇത്. അതായത് ഒറിജിനൽ സോങ്ങിൽ ഉപയോഗിച്ചിട്ടുള്ള നോട്ട്സ് ഏതാണ് എന്ന് നമ്മൾ അറിയുവാണെങ്കിലാണ് നമുക്ക് അതിനടുത്തുള്ള നോട്ട്സൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അത് വൃത്തികേടായി പോകും. പ്രാണസ പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ സദനി സഗ ഗാനലോക നീസ നീസ ഗാനലോക വീഥികളിൽ നീ ഗാനലോക വീഥികളിൽ വേണൂതുമാട്ടിടയൻ വേണൂതുമാട്ടിടയൻ. അപ്പോൾ ഓരോന്നിനും നമ്മൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുന്നത്. നമ്മൾ കർണാട്ടിക് മ്യൂസിക്കിൽ നമ്മൾ കൃതികൾ അല്ലെങ്കിൽ കോമ്പോസിഷൻസ് പഠിക്കുമ്പോഴും നമുക്ക് ബേസിക്കായിട്ടുള്ള ഒരു പല സംഗതികളുണ്ട്. അപ്പോൾ നമ്മൾ പല്ലവി എടുക്കുക തന്നെ 3, 4 ചിലപ്പോൾ അതിൽ കൂടുതൽ സംഗതികൾ വരും. അപ്പോൾ നമ്മൾ ഓരോ സംഗതിയിലും വ്യത്യാസമുണ്ട്. പക്ഷേ മെയിനായിട്ടുള്ള നോട്ട്സ് സെയിം ആയിരിക്കും. അപ്പോൾ അതിനകത്ത് കുറച്ച് വ്യത്യാസങ്ങൾ വരും. അടുത്തുള്ള നോട്ട്സ് ഉപയോഗിക്കും നമ്മൾ ബ്രിഗാസ്, അതായത് പെട്ടെന്നുള്ള നോട്ട്സ് ഉപയോഗിക്കും. അപ്പോൾ അത് സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഓരോ പാട്ടിൻ്റെ എല്ലാ നോട്ട്സും കാണാതെ പഠിച്ച് നമുക്ക് പാടാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഓരോ പാട്ടും ഉപയോഗിച്ചിട്ടുള്ള ഏകദേശം നോട്ട്സ് നമുക്കറിയാമെങ്കിൽ നമുക്ക് നമ്മളുടെ യുക്തം അനുസരിച്ച് നമുക്ക് മ്യൂസിക്കൽ സെൻസ് ഉപയോഗിച്ച് നമുക്കത് പാടാൻ പറ്റും. ഗാനലോക സദനി സഗ ഗാനലോക വീഥികളിൽ വേണൂതുമാട്ടിടയൻ പ്രാണസഖി ഞാൻ
ആദ്യം പറഞ്ഞു, ഇത് ദാസേട്ടൻ പാടുപോലെ പാടാൻ അല്ല നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ ആ പാട്ടിൻ്റെ ഒരു അതിനോട് ജസ്റ്റിസ് ചെയ്ത് നമ്മളുടെ രീതിയിൽ പാടാൻ ഉള്ളതാണ് ഈ ലെസൺ 2 ഉദ്ദേശം. ഫസ്റ്റ് ചരണം. സോ അപ്പം പ്യുവർ നോട്ട്സ് പറയുവാണെങ്കിൽ എങ്കിലുമെന്നോ മലാൾക്കു, അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ഭാവത്തോടെയും ഒക്കെ പാടുമ്പോൾ എങ്കിലുമെന്നോ മലാൾക്കു, നമ്മൾ അതിലൊരു ഭാവം വേണം. എങ്കിലുമെന്നോ മലാൾക്കു താമസിക്കാനിൻ കരളിൽ, എങ്കിലുമെന്നോ മലാൾക്കു താമസിക്കാനിൻ കരളിൽ. അപ്പോൾ ഒന്നുകൂടെ ധാ വരെ വരുന്നുള്ളൂ. നമ്മളിങ്ങനെ പാടുമ്പോൾ എങ്കിലുമെന്നോ മലാൾക്കു താമസിക്കാൻ, അപ്പോൾ ധൈവതം വരെ, അപ്പോൾ ചെറിയ ധൈവതമാണ്. ഇനി ഇതിൻ്റെ ഇംപ്രവൈസേഷൻ ആയിട്ട് പാടണമെങ്കിൽ നമുക്ക് ധാ കഴിഞ്ഞ് നീ, അപ്പം അപ്പൊ നമുക്ക് എങ്കിലുമെന്നോ മലാൾക്കു, അപ്പോൾ നീ വരെ നമ്മൾ പോയി, നിഷാദം ചെറിയ കൈശി നിഷാദം വരെ പോയി. എങ്കിലുമെന്നോ മലാൾക്കു, അത് ശരിക്കുള്ള പാട്ടിലുണ്ടോ എന്ന് പോലും എനിക്ക് ഷുവറല്ല, ഇല്ലെന്ന് തോന്നുന്നു. അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇംപ്രവൈസേഷൻ ചെയ്ത് പാടുമ്പോൾ നമ്മൾ കൂടി വന്നാലും ഒരു ഹാഫ് നോട്ടോ സെമി നോട്ടോ നമ്മളുടെ അന്നേരത്തെ യുക്തം പോലെ നമുക്ക് പാടാം, അല്ലെങ്കിൽ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് തോന്നുന്നത് പാടാം. അപ്പം അതിൽ ശരിയും തെറ്റുമെന്നൊന്നും അല്ല അതിൻ്റെ പറച്ചിൽ. നമ്മുടെ പാട്ടിന് ബ്യൂട്ടിഫുള്ളായിട്ട് ആൾക്കാർക്ക് കേൾക്കാൻ ഇമ്പം തോന്നുന്ന രീതിയിൽ പാടാൻ പറ്റുന്നതാണ് അതിലെ കഴിവ്. എങ്കിലുമെന്നോ മലാൾക്കു താമസിക്കാനിൻ കരളിൽ, തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ ഞാനുയർത്താം. അപ്പം ഇവിടെ തങ്കക്കിനാക്കൾ കൊണ്ടൊരു ഗഗരേ, അപ്പൊ ഇവിടെ ചതുശ്രുതി ഋഷമാണ് ഉപയോഗിച്ചത്. തങ്കക്കിനാക്കൾ കൊണ്ടൊരു, ഇത്രയും നേരം ചെറിയ രീതിയായിരുന്നു കൂടുതലായിട്ട് ഉപയോഗിച്ചത്. ഇപ്പൊ ഇവിടെ തങ്കക്കിനാക്കൾ കൊണ്ടൊരു ഗഗരിമാഗഗഗ താജ്മഹൽ. അപ്പൊ താജ്മഹൽ എന്ന് പറയുമ്പോഴത്തേക്ക് തിരിച്ച് ചെറിയ രീതിയിലെ താജ്മഹൽ മഗരേരി താജ്മഹൽ ഞാനുയർത്താം. മായാത്ത, അപ്പം നമ്മൾ ഹയർ ഒരു മായാത്ത മധുരഗാന അതാണ് നോട്ട്സ്. മായാത്ത മധുരഗാന മാലിനിയുടെ കൽപ്പടവിൽ, അപ്പം മാലിനിയുടെ അപ്പം വലിയ അല്ല ഹയർ ഒക്ടേവിലെ ഋഷഭം, അതും അപ്പൊ അതും ചതുശ്രുതി ഋഷഭമാണ്, വലിയൊരു. മാലിനിയുടെ കൽപ്പടവിൽ, അപ്പം അവിടെയും നമുക്ക് ഒരു മ്യൂസിക്കലായിട്ട് നമുക്ക് ഇംപ്രൂവ്. മാലിനിയുടെ കൽപ്പടവിൽ, അപ്പം നമുക്ക് അന്നേരം പെട്ടെന്ന് അങ്ങനെ തോന്നുവാണെങ്കിൽ പാടാം. പക്ഷെ നമുക്ക് നോട്ട്സ് നമുക്കറിയാമെങ്കിൽ ഇതെല്ലാം പാടാം. കാണാത്ത പൂങ്കുടിലിൽ കൺമണിയെ കൊണ്ടുപോകാം. അപ്പം അവിടെയും പാടുന്ന വരികളുടെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അവിടെ വളരെ സോഫ്റ്റായിട്ട് വളരെ
ഭാവം കൊടുത്ത് വേണം ആ 2 ലൈൻ പാടാൻ. കാണാത്ത പൂങ്കുടിലിൽ കൺമണിയെ കൊണ്ടുപോകാം പ്രാണസഖി, ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ. സെക്കൻഡ് ചരണവും സെയിം ട്യൂണാണ്. പൊന്തിവരും സങ്കൽപ്പത്തിൻ പൊന്നശോകമലർവനിയിൽ ചന്തമേഴും ചന്ദ്രികതൻ ചന്ദനമണി മന്ദിരത്തിൽ സുന്ദര വസന്തരാവിൻ ഇന്ദ്രനീലമണ്ഡപത്തിൽ സുന്ദര. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് സുന്ദര നമ്മൾ ഇംപ്രൂവൈസ് ചെയ്ത് പാടുവാണെങ്കിൽ സുന്ദര ഇംപ്രൂവൈസ് ചെയ്ത് പാടണമെന്നല്ല ഞാൻ പറയുന്നത്. ഇത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ദാസേട്ടൻ പാടി വെച്ചിട്ടുണ്ട്. നമ്മൾ അതിലൊരു മാറ്റം കൂടാതെ പാടിയാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിരിക്കും. പക്ഷേ നമ്മുടെ ചില മൂഡിൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോഴോ നമുക്കൊരു ഹാർമോണിയം വെച്ച് നമുക്ക് പാടുമ്പോഴോ നമുക്ക് ഈ നോട്ട്സ് വെച്ച് പാടുമ്പം സുന്ദര വസന്തരാവിൻ ഇന്ദ്രനീലമണ്ഡപത്തിൽ എന്നുമെന്നും താമസിക്കാൻ, എന്നുമെന്നും താമസിക്കാൻ. നമുക്ക് അതിൽ പല രീതിയിൽ പാടാം. എന്നുമെന്നും താമസിക്കാൻ എൻ്റെ കൂടെ, എൻ്റെ എൻ്റെ കൂടെ പോരുമോ നീ പ്രാണസഖി. ഇതാണ് പ്രാണസഖിയുടെ ഒരു റഫ് സ്കെലിറ്റൺ. ഇത് നമ്മൾ എത്ര പ്രാവശ്യം പാടി നമ്മൾ ശീലിച്ചാലും ഇത് പിന്നെയും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ദാസേട്ടൻ അത്ര പെർഫെക്ഷനോടെ പാടി വെച്ചേക്കുന്ന ഒരു പാട്ട് നമുക്ക് പഠിക്കാനായിട്ട് നമ്മളുടെ ഇതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഹോപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ ദയവായി അത് കമൻറ്റ് ബോക്സിൽ ഇടുക. ഇതുപോലെ വേറെ പാട്ടുകൾ ഇതുപോലെ നോട്ട്സ് വെച്ച് പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അതും ഇടുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു.